Hello dear students, welcome back again to my chemistry class and here is your Asna ma'am and now we are learning our third chapter chemical changes. ഇതിൻ്റെ ക്ലാസ് ആദ്യമായിട്ട് കാണുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ പ്രസ് ചെയ്യണം. ദെൻ ഇതാണ് മിസ്സിൻ്റെ കെമിസ്ട്രി ക്ലാസ് എന്ന ചാനൽ. അവിടെ പോയി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ആയിട്ട് കാണണമെങ്കിൽ ഇവിടെ പ്ലേ ലിസ്റ്റ് ഉണ്ട്. ആ പ്ലേ ലിസ്റ്റിൽ പോയി ക്ലിക്ക് ചെയ്താൽ ചാപ്റ്റർ 1, ചാപ്റ്റർ 2, ചാപ്റ്റർ 3 അങ്ങനെയെല്ലാം മിസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളിങ്ങനെ കാണണം കേട്ടോ. ഓക്കെ, ഇന്ന് നമ്മൾ കെമിക്കൽ ചേഞ്ചസ് പാർട്ട് 7 ആണ് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു തെർമോ കെമിക്കൽ റിയാക്ഷൻസ് പഠിച്ചു കഴിഞ്ഞതാണ്, അതേപോലെ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ്. ഇനി അതേപോലെയുള്ള വേറൊരു റിയാക്ഷനാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ്, ക്യാൻ യു ഗസ്? Yes, what is this? Electro, then chemical reactions. Okay, so today we are going to learn about electrochemical reactions. ഈ വേർഡ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന പോലെ തന്നെയാണ് ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ട് ഒരു കെമിക്കൽ റിയാക്ഷൻസിനെ നടക്കുന്നതിനെയാണ് ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസും തെർമോ കെമിക്കൽ റിയാക്ഷൻസും പറഞ്ഞതുപോലെ തന്നെയാണ് ഒരു റിയാക്ഷൻസ് നടക്കുമ്പോൾ ഇലക്ട്രിസിറ്റിയെ പുറത്ത് വിടുകയോ അല്ലെങ്കിൽ അകത്തേക്ക് വലിച്ചെടുക്കുകയോ എന്നിട്ട് ഒരു കെമിക്കൽ റിയാക്ഷനെ സംഭവിക്കുന്നതിനെയാണ് നമ്മൾ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഇലക്ട്രോ എന്ന വേർഡ് കേൾക്കുമ്പോഴേ നമുക്കറിയാം ദാറ്റ് ഈസ് ഇലക്ട്രിസിറ്റി റിലേറ്റഡ്. ഓക്കെ, സോ നൗ വി ആർ ഗോയിങ് ടു ലേൺ electrochemical reactions, and first of all electrochemical reactions definition ഒന്ന് നമുക്ക് നോക്കാം. What is electrochemical reactions? Chemical reactions in which electrical energy is consumed or produced are known as electrochemical reactions. എന്താണ് electrochemical reactions? ഒരു chemical reactions നടക്കുമ്പോൾ ഒന്നെങ്കിൽ ഇലക്ട്രിക്കൽ എനർജിയെ നമ്മൾ കൺസ്യൂം ചെയ്യുക, അബ്സോർബ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ എനർജിയെ പ്രൊഡ്യൂസ് ചെയ്യുകയോ ചെയ്യുന്ന കെമിക്കൽ റിയാക്ഷൻസിനെയാണ് നമ്മൾ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ലെറ്റ്സ് ഡു എൻ എക്സ്പെരിമെൻറ്റ്. നിങ്ങൾക്ക് എക്സ്പെരിമെൻറ്റ്സ് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. എൻ്റെ ക്ലാസ് കാണുന്നത് നിങ്ങൾ എക്സ്പെരിമെൻറ്റ്സ് കാണാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയാം. സോ നമുക്കൊരു എക്സ്പെരിമെൻറ്റ് കണ്ടു നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എക്സ്പെരിമെൻറ്റിന് നമുക്ക് ആവശ്യമായത് എന്തൊക്കെയാണെന്നറിയോ? Set up the apparatus as shown in the figure below. ഫസ്റ്റ് നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെൻറ്റ്. ഈ അപ്പാരറ്റസ് ഒക്കെ നമ്മൾ ഇങ്ങനെ എടുത്ത് വെക്കണം. ഇതിൽ എന്തൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്? ഫസ്റ്റ് ഒരു ബീക്കർ ഉണ്ട്, അതിൽ ഒരു സൊല്യൂഷൻ കാണുന്നില്ലേ, അതാണ് ഡൈല്യൂട്ട് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനാണ്. ഡൈല്യൂട്ട് എന്ന് പറയുന്നത് വാട്ടർ ആഡ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ കോൺസെൻട്രേഷനെ കുറയ്ക്കുന്നതിനെയാണ് നമ്മൾ ഡൈല്യൂട്ട് എന്ന് പറയുന്നത്. ഡൈല്യൂട്ട് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കളറ് ഒരു ലൈറ്റ് ബ്ലൂയിഷ് കളറാണ് കോപ്പർ സൾഫേറ്റിന്. ഓക്കെ, സോ പിന്നെ എടുത്തിട്ടുള്ളത് 2 റോഡുകൾ കണ്ടോ നിങ്ങളവിടെ, 2 വടികൾ പോലെ റോഡുകൾ. യെസ്, ദാറ്റ് ഈസ് കാർബൺ റോഡാണ് അവിടെ എടുത്തിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇവിടെ ഒരു പിന്നെന്താ ഉള്ളത്, ഈ സിമ്പിൾ കണ്ടോ? ഈ സിമ്പിൾ എന്തിൻ്റെ സിമ്പിളാണെന്ന് നിങ്ങൾക്കറിയോ? അതേപോലെ ഇവിടെയും വേറൊരു സിമ്പിളുണ്ട്, അതും എന്താണെന്നറിയോ? നമുക്ക് നോക്കാം. ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന സിമ്പിൾ ബാറ്ററിയാണ്. സെക്കൻഡ് കാണിച്ചിട്ടുള്ളത് സ്വിച്ച്. ആ വര കാണിച്ചിട്ടുള്ളത് അത് താഴേക്ക് പ്രസ് ചെയ്യുമ്പോൾ ഇത് സർക്യൂട്ട് കംപ്ലീറ്റ് ആയി അതിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് പോകുന്നു. അതാണ് ആ സ്വിച്ചിൻ്റെ സിമ്പിൾ. ഓക്കെ, ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ദെൻ ഇനി ഈ സിമ്പിൾ എന്താണ്? യെസ്, അതിന് ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്. ചെറിയ സൈഡിൽ ഒരു നെഗറ്റീവ് ഇട്ടിട്ടുണ്ട്, അതുപോലെ വലിയ ഭാഗത്ത് ഒരു പോസിറ്റീവ് ഇട്ടിട്ടുണ്ട്. ഇത് എന്തിൻ്റെ സിമ്പിളാണെന്ന് നിങ്ങൾക്കറിയോ? യെസ്, നിങ്ങൾ വിചാരിച്ചത് തന്നെയാണ്. അതുപോലെ തൊട്ട് താഴെ ഇപ്പോൾ കാണിച്ചിട്ടുള്ള സിമ്പിൾ എന്താണ്? 3 എണ്ണം, ഒരു സെറ്റല്ല 3 സെറ്റ് സിമ്പിൾസ് ഒരുമിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതെന്തിൻ്റെ? ഇവിടെ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ അത് ബാറ്ററിയുടെ സിമ്പിളാണ്. അപ്പോൾ ഈ ഒരെണ്ണം കാണിച്ചിരിക്കുന്നത് എന്താണെന്നറിയോ? അത് സെൽ. ഇപ്പോൾ നമ്മൾ ബാറ്ററി എന്ന് പറയുന്നത് സെല്ലുകളുടെ ഗ്രൂപ്പാണ്. അപ്പോൾ സെൽ എന്ന് പറഞ്ഞാൽ എന്താ? യെസ്, ഒരു ബാറ്ററി. സാധാരണ നമ്മൾ ബാറ്ററി എന്ന് പറയുക നമ്മൾ റിമോട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ബാറ്ററീസ് ഇല്ലേ? യെസ്, ടോയ്സിലൊക്കെ 5 വോൾട്ടിൻ്റെ ബാറ്ററി. ദെൻ അതിനെ ഒരെണ്ണത്തിന് നമ്മൾ പറയാം, വോൾട്ട് ഏതോ ആയിക്കോട്ടെ, ഒരെണ്ണത്തിന് പറയുന്നത് സെൽ എന്നാണ്. അതിൻ്റെ സിമ്പിളാണ് ഈ കാണിച്ചിരിക്കുന്നത്.
ആ പൊന്തി നിൽക്കുന്ന ഭാഗം, നമ്മളൊരു ബാറ്ററി ഒരു സെല്ലെടുത്താൽ അതിൻ്റെ പൊന്തി നിൽക്കുന്ന ഭാഗം പോസിറ്റീവായിട്ടും അതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള ഭാഗം നെഗറ്റീവായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ അതിൻ്റെ ഗ്രൂപ്പാണ് താഴെ കാണിച്ചിരിക്കുന്നത്. ബാറ്ററി ഗ്രൂപ്പ് ഓഫ് സെൽസിനെ നമ്മൾ ബാറ്ററി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് ബാറ്ററിയുടെ സിമ്പൽ. നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത് നെഗറ്റീവ് സൈഡ് ഏതാണ് പോസിറ്റീവ് സൈഡ് ഏതാണെന്നൊക്കെ. ഓക്കെ, പിന്നെ ഈ കാർബൺ റോഡ്സിനെ നമ്മൾ എന്താണ് പറയുന്നറിയോ? ഇലക്ട്രോഡ് എന്നാണ് പറയുന്നത്. കാർബൺ റോഡ്സിനെ മാത്രമല്ല, ഇനി ഇലക്ട്രോഡിനെ കുറിച്ചും അതേപോലെ ദെൻ ഇലക്ട്രോലൈറ്റ്, പുതിയൊരു വേർഡാണ് നിങ്ങൾ പഠിക്കുന്നത്. ഇലക്ട്രോഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ്. ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ എടുത്തിരിക്കുന്ന സൊല്യൂഷൻ ഇല്ലേ, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, അതിനെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. അതേപോലെ അവിടെ രണ്ട് റോഡുകൾ എടുത്തിട്ടില്ലേ, അതിനെയാണ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കാർബൺ റോഡിനെയും അതേപോലെ കോപ്പർ സൾഫേറ്റിനെ സൊല്യൂഷന് മാത്രമല്ല ഇലക്ട്രോഡ് എന്നും ഇലക്ട്രോലൈറ്റ് എന്നും പറയുന്നത്. ഏതൊരു കെമിക്കൽ റിയാക്ഷന്, ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ, ഇങ്ങനെ ഒരു അപ്പാരറ്റസ് സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഇപ്പോൾ ഈ കാർബൺ റോഡിന് പകരം സിങ്കോ വേറെ ഏത് മെറ്റലോ യൂസ് ചെയ്തിട്ട് നമ്മളൊരു റോഡ് വെക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ഇലക്ട്രോഡ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇവിടെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷന് പകരം വേറെ സൊല്യൂഷൻസൊക്കെ വെക്കുമ്പോൾ അതിനെ ഇലക്ട്രോലൈറ്റ് എന്നും പറയുന്നു. ഇതേക്കുറിച്ചൊന്നും നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇലക്ട്രോലൈറ്റ്സ് ആൻഡ് ഇലക്ട്രോഡ്സ്. എന്താണ് ഇലക്ട്രോലൈറ്റ്, എന്താണ് ഇലക്ട്രോഡ്സ് അറിയോ നിങ്ങൾക്ക്? Electrolytes are substances which undergo chemical change when electricity is passed through them. ഇപ്പം നമ്മൾ ഇവിടെ ഒരു കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുത്തു, അതിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് പോകുമ്പോൾ അതിന് ഒരു കെമിക്കൽ ചേഞ്ച് സംഭവിക്കുന്നു. അതിനെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ സോഡിയം ക്ലോറൈഡ്, കോപ്പർ സൾഫേറ്റ്, സിൽവർ നൈട്രേറ്റ് എക്സെട്ര ആർ ഇലക്ട്രോലൈറ്റ്. ഇനി ഇതിനെയൊക്കെ നമ്മൾ ഒരു എക്സാമ്പിൾസാണ് ഇലക്ട്രോലൈറ്റ്സിനെ. ഇനി അതിനെ ഇപ്പോൾ സോഡിയം ക്ലോറൈഡ് നമ്മൾ ഉപ്പെടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ കലക്കി, അപ്പോൾ അതൊരു ഇലക്ട്രോലൈറ്റായി. എപ്പോൾ നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന സമയത്ത് കേട്ടോ. ദെൻ acids, alkalis and salts in their molten form as well as in aqueous solutions are electrolytes. ഇതേപോലെ നമ്മൾ ആസിഡ്സോ അതുപോലെ ഏതെങ്കിലും ആൽക്കലിയോ അതുപോലെ സോൾട്ട് അതിനെ മോൾട്ടൺ ഫോമിൽ ഒന്നല്ലെങ്കിൽ അതിനെ അലിയിപ്പിച്ച് കളഞ്ഞത് അതല്ലെങ്കിൽ വെള്ളം ചേർത്ത് aqueous സൊല്യൂഷൻ ആക്കിയതിനെ നമ്മൾ ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നു. Then the rods which are connected to the poles of a battery and which transfer electricity to the electrolyte are known as electrodes. അപ്പോൾ ഇലക്ട്രോഡ്സ് എന്താണ്? നമ്മൾ ബാറ്ററിയോട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന റോഡുകളുണ്ട്, അതിനെയാണ് നമ്മൾ ഇലക്ട്രോഡ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആ ഫിഗർ ഒന്നുകൂടെ ഒന്ന് നോക്കാം. ഇവിടെ ഇലക്ട്രോഡ് ഏതാണ്? ഇലക്ട്രോഡിനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ നിങ്ങൾ. ഇലക്ട്രോഡ് ഈ ബാറ്ററിയുടെ പോസിറ്റീവ് സൈഡ്, ആ സ്വിച്ചിൻ്റെ ഭാഗം ശ്രദ്ധിച്ചോ നിങ്ങൾ? സ്വിച്ച് അതാണ് പോസിറ്റീവ് സൈഡ്. ആ പോസിറ്റീവ് സൈഡ് ഒരു കണക്ട് ചെയ്തിട്ടുള്ളത് എവിടെയാണ്? ഒരു കാർബൺ റോഡിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ നെഗറ്റീവ് സൈഡ് ഒന്ന് നോക്കൂ. നെഗറ്റീവ് സൈഡ് ഇവിടെ നെഗറ്റീവ് സൈഡിൽ എവിടെയാണ് പോയിട്ടുള്ളത്? കാർബൺ റോഡ്സിൻ്റെ ഒരു ഭാഗത്ത് പോയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ബാറ്ററിയുടെ നെഗറ്റീവ് സൈഡ് ഒരു കാർബൺ റോഡിലും പോസിറ്റീവ് സൈഡ് മറ്റൊരു കാർബൺ റോഡിലും കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ സ്വിച്ച് ഓൺ ചെയ്താൽ എന്ത് സംഭവിക്കുന്നത്? യെസ്, ഇവിടെ സ്വിച്ച് ഓൺ ചെയ്താൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും അല്ലേ? ബാറ്ററിയിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഈ വയറിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകും. ഏതുവരെ എത്തും? യെസ്, ഈ ഇലക്ട്രിസിറ്റി പോസിറ്റീവ് സൈഡിലൂടെ പോയി ഈ കാർബൺ റോഡിൻ്റെ അവിടെ എത്തുന്നു. അതുപോലെ അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഈ കാർബൺ മറ്റേ കാർബൺ റോഡിലും കണക്ട് ചെയ്യുന്നു. ഈ മൊത്തത്തിൽ ഈ സർക്യൂട്ട് ഇലക്ട്രിക്കൽ എനർജി പാസ് ചെയ്യുന്ന ഒരു സർക്യൂട്ടായി മാറുന്നു അല്ലേ? സ്വിച്ച് ഓൺ ചെയ്താൽ ഫുള്ള് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യും. ഓക്കെ, ഇനി ഈ എക്സ്പെരിമെൻ്റ് നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണെന്ന്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ കാണിച്ച എക്സ്പെരിമെൻറ്റിൻ്റെ അപ്പാരറ്റസുകൾ. ഒരു ബീക്കറിൽ കുറച്ച് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുത്തിരിക്കുന്നു. പിന്നെ ബാറ്ററിയുടെ ഇത് വലിയ ബാറ്ററിയാണ് കേട്ടോ. നമ്മുടെ എക്സ്പെരിമെൻറ്റിലെ അപ്പാരറ്റസിൽ കാണിച്ചു വെച്ചിട്ടുള്ളത് സെല്ലുകളാണ്. പക്ഷെ ഇത് നമുക്ക് ഇതാണ് വീഡിയോയിലുള്ളത് ഇങ്ങനെയാണ്. നിങ്ങളതൊന്നും കൺഫ്യൂസ്ഡ് ആവാതിരിക്കുക.
നിങ്ങൾ ഈ എക്സ്പെരിമെൻ്റ് ഒന്ന് മനസ്സിലാക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കാണിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ബാറ്ററി കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇലക്ട്രോഡ് ഈ സൊല്യൂഷനിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇതിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് പോകുന്നുണ്ട്. എന്താ നിങ്ങൾ കാണുന്നത്? ഒരു ഇലക്ട്രോഡിൻ്റെ സൈഡിലൂടെ ബബിൾസ് വരുന്നത് കാണാൻ കഴിയും. മറ്റേ ഇലക്ട്രോഡ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, എന്താ സംഭവിച്ചത്? അതിൻ്റേത് ബ്രൗൺ കളറായി മാറിയിട്ടുണ്ട്. ഇതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയോ? യെസ്, ഇതാണ് ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ്. അതൊന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മളിവിടെ എന്ത് സംഭവിച്ചത്? ഇലക്ട്രിസിറ്റി പാസ് ചെയ്തപ്പോൾ ഒരു ബബിളിൻ്റെ സൈഡിൽ നിന്ന്, ഒരു ഇലക്ട്രോണിൻ്റെ സൈഡിൽ നിന്ന് ബബിൾസ് വരുന്നത് കണ്ടു. അതുപോലെ മറ്റേ ഇലക്ട്രോഡ് ബ്രൗൺ കളറായി മാറി. ഇതെന്താണെന്ന് നമുക്കൊന്ന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. വാട്ട് ചേഞ്ചസ് ഡു യു ഒബ്സർവ് വെൻ ഇലക്ട്രിസിറ്റി ഈസ് പാസ്ഡ് ത്രൂ ദ സർക്യൂട്ട്? ഇവിടെ എന്തൊക്കെ ഒബ്സർവേഷൻസാണ് നമ്മൾ കണ്ടത്? ഇലക്ട്രിസിറ്റി ഈ സർക്യൂട്ടിലൂടെ പാസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിച്ചത്? ഇൻ ദ കളർ ഓഫ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? ആ എക്സ്പെരിമെൻ്റ് കാണുന്ന സമയത്ത് ലൈറ്റ് നല്ല കുറച്ചൊരു ഡാർക്ക് ലൈറ്റ് ബ്ലൂ ആയിരുന്നു കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ്റേത്. അത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത സമയത്ത്, റിയാക്ഷൻ നടന്നു നിൽക്കുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റേത് കളറൊന്ന് ഫെയ്ഡായി, ഒന്നുകൂടെ പെയിൽ ലൈറ്റ് ബ്ലൂ ആയി. ഓക്കെ, പെയിൽ ബ്ലൂ ആയി മാറിയത്. ഓക്കെ, ദെൻ കളർ ഓഫ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഫെയ്ഡഡ് ബിക്കോസ് ഇറ്റ് ഡിക്കമ്പോസസ്. എന്തുകൊണ്ടാണ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ്റെ കളർ ഫെയ്ഡ് ആവാൻ കാരണം അത് ബിക്കോസ് ഇറ്റ് ഡീകമ്പോസസ്, അത് വിഘടിച്ചു, അതിന് ഡീകമ്പോസിഷൻ സംഭവിച്ചു. അതുകൊണ്ടാണ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ്റെ കളറ് മാറിയത്, ഫെയ്ഡായത്. ഓക്കെ, എങ്ങനെയാണ് ഡീകമ്പോസ് സംഭവിച്ചത്? ഇലക്ട്രിസിറ്റിനെ പാസ് ചെയ്ത കാരണം. ഓക്കെ, ഇനി എന്താണ് കാർബൺ റോഡ്സിന് സംഭവിച്ചത്? ഓൺ ദ കാർബൺ റോഡ്സ് വാട്ട് ഹാപ്പൻസ്? ബബിൾസ് ആർ ഫോംഡ് ഫ്രം ദ കാർബൺ റോഡ് വിച്ച് കണക്റ്റഡ് ടു പോസിറ്റീവ് സൈഡ് ഓഫ് ബാറ്ററി. ബാറ്ററിയുടെ പോസിറ്റീവ് സൈഡിനോട് കണക്ട് ചെയ്തിട്ടുള്ള കാർബൺ റോഡിൽ നിന്ന് ബബിൾസ് വരാൻ തുടങ്ങി, ബബിൾസ് ഫോം ചെയ്തിരുന്നു. അതേപോലെ വീണ്ടും എന്താണ് നമ്മൾ ഒബ്സർവ് ചെയ്തത്? ദ കളർ ഓഫ് കാർബൺ റോഡ് ഫ്രം ദ നെഗറ്റീവ് സൈഡ് ഓഫ് ബാറ്ററി ചേഞ്ചസ് ടു ബ്രൗൺ as copper deposits on it. ഓക്കെ, അതുപോലെ കാർബൺ റോഡ് നെഗറ്റീവ് സൈഡ്, ബാറ്ററിയുടെ നെഗറ്റീവ് സൈഡിനോട് കണക്ട് ചെയ്തിട്ടുള്ള കാർബൺ റോഡിൻ്റെ കളറ് ബ്രൗൺ കളറായി മാറി. എന്തുകൊണ്ടാണ് അവിടെ ഒരു ബ്രൗൺ കളർ വന്നത്? അവിടെ കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്തു. എവിടെ നിന്നാണ് അപ്പോൾ കോപ്പർ കിട്ടിയത്? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലെ കോപ്പറില്ലേ, അതാണ് ഒരു കാർബൺ റോഡിൽ പോയി അവിടെ അക്യുമുലേറ്റ് ചെയ്തത്. അവിടെ അവർ കോപ്പറെല്ലാം ആ ഒരു കാർബൺ റോഡിൽ പോയിട്ട് ഒട്ടുപിടിക്കും. അതുകൊണ്ടാണ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ്റെ കളർ ഒന്ന് ഫെയ്ഡ് ആയില്ലേ? കാരണം അതിലത്തെ കോപ്പറെല്ലാം എങ്ങോട്ട് പോകുന്നത്? നെഗറ്റീവ് സൈഡിലുള്ള ബാറ്ററിയോട് കണക്ട് ചെയ്തിട്ടുള്ള കാർബണിൻ്റെ അടുത്ത് പോയിട്ട് അവർ നിൽക്കുന്നു. കോപ്പേഴ്സ് എല്ലാതും അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അതുപോലെ ഇപ്പുറത്തെ സൈഡിലുള്ള പോസിറ്റീവ് സൈഡിലുള്ള കാർബൺ റോഡ്സിലൂടെ എന്ത് പോകുന്നത്? ഒരു ബബിൾസ് പോകുന്നുണ്ട്. ഓക്കെ, അതാണ് ഇങ്ങനെ ബബിൾസ് ഫോം ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവുന്നത് അവിടെ ഏതോ ഒരു ഗ്യാസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന്. ഇവിടെ കോപ്പർ സൾഫേറ്റ് ആയതുകൊണ്ട് CuSO4 അതാണ് അതിൻ്റെ കെമിക്കൽ ഫോർമുല. അപ്പോൾ അതിൽ നിന്ന് കോപ്പർ സൾഫേറ്റിൽ നിന്ന് ഓക്സിജനാണ് അവിടെ റിലീസ് ചെയ്യുന്നത്, പുറത്തേക്ക് പോകുന്നത്. ഓക്കെ, എവിടെ എന്താ സംഭവിച്ചത്? കോപ്പർ സൾഫേറ്റിന് ഡീകമ്പോസിഷൻ സംഭവിച്ചിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? ഒരു ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ സംഭവിച്ചു അല്ലേ? The change in the color of copper sulfate solution and the deposition of copper at the electrode proves that a chemical change has occurred. ഇവിടെ ഒരു കെമിക്കൽ ചേഞ്ച് സംഭവിച്ചു എന്ന് മനസ്സിലായി. എങ്ങനെയാണ്? കോപ്പർ സൾഫേറ്റിൻ്റെ കളർ ഫെയ്ഡായി, അതുപോലെ കോപ്പർ എവിടെ ഡെപ്പോസിറ്റ് ചെയ്തു? ഒരു ഇലക്ട്രോഡിൽ ഡെപ്പോസിറ്റ് ചെയ്തു. ഇതെല്ലാം കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ ഒരു കെമിക്കൽ ചേഞ്ച് സംഭവിച്ചിട്ടുണ്ടെന്ന്. അറിയില്ലേ? Then does it happen if a carbon rod is simply kept in copper sulfate solution? ഇപ്പോൾ നമ്മൾ വെറുതെ ഒരു 2 കാർബൺ റോഡ്സ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ വെറുതെ അങ്ങ് ഇട്ട് വെച്ചാൽ ഇവിടെ എന്തെങ്കിലും സംഭവിക്കുമോ? ഇല്ല. ഇവിടെ നമ്മൾ റിയാക്ഷൻ സംഭവിക്കാൻ കാരണം എന്താണ്? ഇലക്ട്രിസിറ്റീനെ നമ്മൾ പാസ് ചെയ്ത കാരണമാണ്, ബാറ്ററി കണക്ട് ചെയ്തിട്ട്. അതല്ല വെറുതെ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റിയാക്ഷനും സംഭവിക്കില്ല.
നോ. ദെൻ വിച്ച് ഫോം ഓഫ് എനർജി വാസ് റെസ്പോൺസിബിൾ ഫോർ ദിസ് കെമിക്കൽ ചേഞ്ച്? ഇവിടെ ഏത് എനർജിയാണ്? യെസ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെയാണ് ഇലക്ട്രിക്കൽ എനർജിയാണ് ഇവിടെ കെമിക്കൽ ചേഞ്ച് സംഭവിക്കാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള എനർജി. ഓക്കെ, വാസ് ദ എനർജി ലിബറേറ്റഡ് ഓർ അബ്സോർബ്ഡ്? ഇവിടെ ഇലക്ട്രിക്കൽ എനർജിയെ അബ്സോർബ് ചെയ്യുകയാണോ ചെയ്തത് അതോ പുറത്തേക്ക് വിടുകയാണോ ചെയ്തത്? അബ്സോർബ് ചെയ്യുകയാണ് അല്ലേ. ഇലക്ട്രിക്കൽ എനർജി ഈസ് അബ്സോർബ്ഡ് ഫ്രം ബാറ്ററി. ഓക്കെ, ഇവിടെ ബാറ്ററിയിൽ നിന്നുള്ള ഇലക്ട്രിക്കൽ എനർജിയെ അബ്സോർബ് ചെയ്തിട്ട് ഇവിടെ ഒരു കെമിക്കൽ ചേഞ്ച് സംഭവിച്ചു അല്ലേ. യെസ്. ദെൻ ഇതിനെ നമ്മളൊരു പേര് പറയുന്നു, ദാറ്റ് ഈസ് ഇലക്ട്രോളിസിസ്. ഇലക്ട്രിക്കൽ എനർജിയെ നമ്മൾ അബ്സോർബ് ചെയ്തിട്ട് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതിനെ പറയുന്ന പേരാണ് ഇലക്ട്രോളിസിസ്. നമുക്ക് നോക്കാം ഡെഫിനിഷൻ. ഇൻ ദിസ് റിയാക്ഷൻ കോപ്പർ സൾഫേറ്റ് ഡിക്കമ്പോസ്ഡ് വിത്ത് ദ അബ്സോർപ്ഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി. നമുക്കറിയാലോ കോപ്പർ സൾഫേറ്റ് എങ്ങനെയാണ് ഡിക്കമ്പോസ് ചെയ്തത്? ഇലക്ട്രിക്കൽ എനർജിയെ അബ്സോർബ് ചെയ്തിട്ടാണ്. Then the process in which a substance undergoes decomposition by the absorption of electrical energy is known as electrolysis. അപ്പോൾ എന്താണ് ഇലക്ട്രോളിസിസ്? ഒരു സബ്സ്റ്റൻസിനെ അതിന് ഡിക്കമ്പോസിഷൻ സംഭവിക്കുകയാണ്. എങ്ങനെ? ഇലക്ട്രിക്കൽ എനർജിയെ അബ്സോർബ് ചെയ്തുകൊണ്ട് ആ ഒരു സബ്സ്റ്റൻസിനെ വിഘടിക്കുന്നതിനെ പറയുന്നതാണ് ഇലക്ട്രോളിസിസ്. എന്താണ് അപ്പോൾ ഈ ലിസിസ് എന്ന വേർഡിൻ്റെ മീനിങ് എന്താണെന്നറിയോ? ബ്രേക്ക് ഡൗൺ, വിഘടിക്കുക എന്നാണ്. സോ ഇലക്ട്രോ എന്ന വേർഡിന് നമുക്കറിയാം ഇലക്ട്രിസിറ്റീനെ റിലേറ്റഡ് ആണ്. സോ ഇലക്ട്രോളിസിസ് എന്തായിരിക്കും? ഇലക്ട്രിക്കൽ എനർജി യൂസ് ചെയ്തിട്ട് ഒരു സബ്സ്റ്റൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണ്. അതിനെയാണ് നമ്മൾ ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. Right? The process in which a substance undergo decomposition by the absorption of electrical energy is known as electrolysis. അപ്പോൾ ഇലക്ട്രോളിസിസിന് ഒരു എക്സാമ്പിൾ നമ്മളിവിടെ കണ്ടതാണ് കോപ്പർ സൾഫേറ്റിൻ്റെ ഡിക്കമ്പോസിഷൻ അല്ലേ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇലക്ട്രോളിസിസ്. നമ്മളിവിടെ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷന് ഒരു എക്സാമ്പിളാണ് ഇവിടെ കണ്ടത്. ഇലക്ട്രോളിസിസ്, ഇലക്ട്രിക്കൽ എനർജിയെ അബ്സോർബ് ചെയ്തിട്ട് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതിനെയാണ് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. ഒരു സബ്സ്റ്റൻസിനെ ഡിക്കമ്പോസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇലക്ട്രോളിസിസ്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ബാലൻസ് പഠിക്കാം. ഓക്കെ, ഇതിൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് അറിയാവുന്നവരുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ ക്ലിക്ക് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്.